അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഫിഖ്ഹ് പരീക്ഷ, 3-ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് പരീക്ഷൻ്റെ ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്, അല്ലേ? എല്ലാവർക്കും എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ ചോദ്യം നജിസുകൾ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നജിസ്? ഇങ്ങോട്ട് എഴുതാനാണ്. മലം, അപ്പം നജിസാണ്. ശവം നജിസാണ്. ചത്ത മത്സ്യം എന്തല്ല നജിസല്ല, അത് ഇവിടെ എഴുതണ്ട് രണ്ടാമത്തെ വരിയിൽ. ചലം നജിസാണ്. വെട്ടുകിളിയുടെ ശവം നജിസല്ല, അപ്പോൾ അത് രണ്ടാമത്തെ വരിയിലായതുണ്ട്. ലഹരി ദ്രാവകം നജിസാണ്. അടുത്തത് ചേർക്കാൻ, വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. കുളി നിർബന്ധമാവുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. പിന്നെ വുളൂവിൻ്റെ ഫർളുകൾ 6 ആകുന്നു. പിന്നെ 2 തരത്തിലുണ്ട്. എന്ത് 2 തരത്തിലുണ്ട്? ശുദ്ധി 2 തരത്തിലുണ്ട്. ദീനിൻ്റെ തൂണാണ് നിസ്കാരം. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അടുത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. അശുദ്ധികൾ ഉയർത്താൻ നജസുകൾ നീക്കാനും വേണം എന്ത്? തഹൂറായ വെള്ളം. ഓക്കെ. അടുത്ത്, നിസ്കാരത്തിൻ്റെ മുമ്പ് നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കേണ്ടത് എന്തൊക്കെയാണ്? അത് വളരെ സിമ്പിളായ ചോദ്യമാണ്, നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. എന്തൊക്കെ? നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിന് ശുദ്ധിയാവണം. അടുത്ത ചോദ്യം, വുളൂഇൽ അവയവങ്ങൾ വെള്ളം ചേരുന്ന തടയുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി. അടുത്ത ചോദ്യം, വുളൂഇൻ്റെ സുന്നത്തുകൾ. അത് ആലോചിക്കാൻ ഒരു പ്രയാസമില്ല. അതായത് ഈ പാഠത്തിൽ പഠിച്ചതില്ലേ, ഇതല്ലാത്തതൊക്കെ വുളൂവിൻ്റെ സുന്നത്താണ്. ഈ പാഠത്തിൽ ഈ പച്ച കളറിൽ കാണുന്നുണ്ടല്ലോ, ഇതല്ലാത്തൊക്കെ എന്തായിരിക്കും? വുളൂവിൻ്റെ സുന്നത്തായിരിക്കും. നമ്മൾ വുളൂ എടുക്കുന്ന ആലോചിച്ചാൽ തന്നെ നമുക്ക് കുറേ സുന്നത്ത് കിട്ടും. അപ്പോൾ എന്താണ്? ഒന്ന് ഖിബിലയിലേക്ക് മുന്നിടുക, വുളൂവിൻ്റെ സുന്നത്തിനാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടു കൂടി ഔദു ബിസ്മി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഫുള്ള് വുളൂവിൻ്റെ സുന്നത്തുകളാണ്. വായിൽ വെള്ളം കൊപ്പിളിക്കുക, 2 കൈ മുട്ടിന് മുകളിലേക്ക് കഴുകുക, തല മുഴുവനും തടവുക, 2 ചെവികളും ഉള്ളും പുറവും തടവുക, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ എന്താണ്? വുളൂവിൻ്റെ സുന്നത്തുകളാണ്. അടുത്ത വുളൂവിൻ്റെ ഫർളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വുളൂ ഉണ്ടാക്കണ ആലോചിക്കുക. അതിൽ നമ്മൾ ഈ പച്ച കളറിൽ വരുന്ന പാഠമുണ്ടല്ലോ, ഈ പാഠത്തിൽ പറഞ്ഞതാണ് വുളൂവിൻ്റെ ഫർളുകൾ. നിയ്യത്ത് ചെയ്യുക, മുഖം കഴുകുക, 2 കൈ മുട്ടുൾപ്പെടെ കഴുകുക, അങ്ങനെ അതാണ് വുളൂവിൻ്റെ ഫർളുകൾ. അതിന് 2 ഇതാണ്. അടുത്ത, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 2-ാം പാഠത്തിൽ പഠിക്കുന്നതാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ കണ്ടില്ലേ? ചെറുതും വലുതുമായ അശുദ്ധികളും ശുദ്ധിയാവുക, നജസിന് ശുദ്ധിയാവുക, അവരത്ത് മറക്കാതെ തന്നെ. അടുത്തത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അടുത്ത, നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ എന്താ? കഴുകണം. കഴുകണം എന്ന് എഴുതുമ്പോൾ ഴ ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഴ ഇങ്ങനെ എഴുതണം. കഴു. അടുത്ത, ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ എന്താകൂല? കുറ്റക്കാരനാവുകയില്ല. ഇതാ കണ്ടോ? കുറ്റക്കാരനാവുകയില്ല. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും. അടുത്ത, നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? നിസ്കാരത്തിൽപ്പെടാത്തതും അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങൾക്കാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത്, തഹൂറായ വെള്ളം എന്ന് പറയുന്ന ഏതിന്? സ്വയം ശുദ്ധി. നമ്മൾ പ്രഡിക്ഷൻ ചെയ്ത ചോദ്യമാണത്, അല്ലേ? ആ ചോദ്യം എന്തായാലും വരും. നമ്മൾ പറഞ്ഞിരുന്നു എന്താ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂറായ വെള്ളം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ പരീക്ഷ എന്ന് എല്ലാവരും അറിയിക്കുക.